എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിപ്സാണ്, അല്ലെങ്കിൽ നമുക്ക് കൊള്ളി എന്നും പറയാം. അപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന അതിൻ്റെ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 2 പീസോ 3 പീസോ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കുറച്ച് തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലൈസർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ നിങ്ങൾക്ക് സ്ലൈസർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകണം. നമ്മൾ ഫ്രിഡ്ജിൽ ഉള്ള വെള്ളമാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു നല്ല തുണിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുക കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മുഴുവനായിട്ടും ഒന്ന് വലിഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മൾ ഇത് ഒരു ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലേക്ക് വേണം കൊണ്ടുവരാൻ. ചില ഉരുളക്കിഴങ്ങൊക്കെ ആണ് നന്നായിട്ട് വെള്ളം ഉണ്ടാവും അതിൽ. അപ്പോൾ നമ്മൾ അത് നല്ലപോലെ ഇങ്ങനെ തുണിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ 2 ടീസ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ആക്കാം. ഇത് ഒരു അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഇപ്പോൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതാ 3 സ്പൂൺ ആയിട്ടുണ്ട്. ഇത്തിരി കൂടെ ചേർത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉള്ളതുപോലെ നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉണ്ടാവാൻ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വേഗത്തിൽ തന്നെ കഴുകി ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. തൊലി കളഞ്ഞൊക്കെ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കറുത്ത് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. വേഗം തന്നെ ഇതുപോലെ മുളക് പൊടിയും ഇതൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം അതല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമുക്കിത് വിട്ട് കിട്ടാനായിട്ട് നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നോക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ നമുക്കിനി അടുത്ത സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കാം. കറുമുറ കഴിക്കാനുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതുപോലെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.